പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ ഇതൊക്കെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ ആളുകളൊക്കെ ഇതിൽ കൂടി നടക്കും, ഈ പിന്നെ ഭയപ്പാടിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയക്കാർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കെട്ടുപാടുകൾ നിൽക്കുന്ന സമയത്ത് മറ്റു ചില തന്ത്രപൂർവ്വമുള്ള കാര്യങ്ങൾ നടക്കുമോ എന്ന് നമ്മൾ നോക്കണം. നിങ്ങൾ ഈ അടിച്ചു കയറ്റിക്കോളി എന്ന് പറയുന്നതിൻ്റെ പിറകിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ആരെല്ലാമോ അല്പം ചെയ്യും അതിൽ കൂടെ അടിച്ചു കയറ്റുമെന്ന് നമ്മൾ ആലോചിക്കണം. ഇത് കണ്ണിലെണ്ണ ഒഴിച്ച് ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടവരും രാഷ്ട്രീയക്കാരും ശ്രദ്ധിക്കുക തന്നെ വേണം. അത് പോയി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ നമ്മുടെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ചില പ്രൈം മണ്ഡലങ്ങൾ ആൾറെഡി ഉണ്ട്, അവിടെ ചിലത് നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അവിടെ കൃത്യമായൊരു നിരീക്ഷണം, കൃത്യമായൊരു ശ്രദ്ധ രാഷ്ട്രീയക്കാർ വെച്ചു പുലർത്തിയിട്ടില്ലെങ്കിൽ ഇതിനിടയിലൂടെ സംഭവിക്കാൻ പോകുന്നത് അത്തരം മണ്ഡലങ്ങളിൽ ആരെയൊക്കെ തിരികെ കയറ്റണോ അവരെയൊക്കെ തിരികെ കയറ്റി ഹരിയാനയിലും ബീഹാറിലൊക്കെ നടന്ന പോലുള്ള ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യപ്പെടും. അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ നടപടി കമ്മീഷൻ്റെ ഒരു നിലക്ക് ഇടപെടാൻ തയ്യാറാവില്ല. അതിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ്, ഒരു വോട്ട് ചെയ്യണമെന്ന് മാത്രമായിരിക്കും പറയുക. ആ അപകടത്തിലേക്കാണ് കേരളവും പോകുന്നത്.